ഹലോ ഹലോ ഗൈസ്. ഇപ്പം ഞാനൊരു വോയിസ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസമല്ല, കണ്ടിന്യൂസ്ലി യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ കാണുമ്പം പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ റിവീലിംഗ് ഒക്കെ ഓരോരുത്തർ ഇടുന്ന കാണുമ്പോൾ അതിൻ്റെ അടി ഒരുപാട് കമൻസ് കാണാറുണ്ട്. 10 ഇയറായി, 12 ഇയറായി, 8 ഇയറായി, ഇതുവരെയായിട്ട് കുട്ടികളൊന്നും ആയിട്ടില്ല, പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. ചില കമൻസിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്, എനിക്കും ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു പോയിട്ടുള്ളത്. ഒരു മാരേജ് കഴിഞ്ഞൊരു 1 ഇയർ വരെ നോർമലി നമ്മൾ നോക്കിയിട്ട് നമുക്ക് പ്രഗ്നൻസി ആകുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഓരോ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് PCOD മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്. അപ്പം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ അതിന് വേണ്ട മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. PCODക്കുള്ള മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, പീരീഡ്സ് റെഗുലർ ആകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോഴത്തേക്ക് ഈ ഹോർമോൺ മെഡിസിൻ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ പകുതിയും നമുക്ക് പ്രശ്നങ്ങളാണ്. ഒന്നാമത് നമ്മൾ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സ് വീണ്ടും ഇറഗുലർ ആകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1 ഇയറായി, 2 ഇയറായി, 3 ഇയറായി, ആ ടൈമിലൊക്കെ ഞാൻ ഇതിനോടകം തന്നെ പല ആശുപത്രികളിലും പോയിട്ടുണ്ട്. ഒരിടത്ത് മാത്രമല്ല, പലയിടത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഹോസ്പിറ്റലിലും ഗൈനക്കിനെ കാണിക്കുമ്പം എല്ലാവരും PCOD ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിനെ ആണെങ്കിലും ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ആരും. അങ്ങനെ നമ്മൾ നോർമലി ഇതുപോലെ ഒരുപാടെടുത്ത്, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഗൈനക്കിനെ കണ്ടിട്ടുണ്ടെന്ന് ഒരുപാടെടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും എനിക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒന്നും അവരുടെ കുഴപ്പമായിരിക്കണമെന്നില്ല, ഒരിക്കലും അവരുടെ കുഴപ്പമായിരിക്കത്തുമില്ല. നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ സമയം ഇപ്പോഴായിരിക്കും എനിക്ക് ആ ടൈം ആയത്, അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ടൈമിൽ പറ്റാഞ്ഞത്. അത് മാത്രമല്ല, മറ്റെന്തെങ്കിലുമൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും. മേ ബി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരു 6 മന്തൊന്നും എടുത്താൽ പോരായിരിക്കും, 1 ഇയർ 2 ഇയറൊക്കെ എടുക്കേണ്ട വരുമായിരിക്കും. അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 3.5 ഇയറൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ പോയൊരു ഹോസ്പിറ്റൽ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഓരോരുത്തർ പോയ ഹോസ്പിറ്റൽ പറയുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്, വീടുകളിൽ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്, അങ്ങനെയെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആകാതായപ്പം എൻ്റെ ഫ്രണ്ട്, അവൾക്ക് ഇതുപോലെ അവൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ വരുന്നത് മാവേലിക്കര കൊല്ലകടവ് സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുമ്പോൾ നോർമലി ഗൈനക്കോളജിസ്റ്റിനെയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർ ഇതുപോലെ ടെസ്റ്റ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മരുന്നൊക്കെ തന്ന് നമ്മളെ വിട്ടു. അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണേണ്ടത്, നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഡോക്ടറെയാണ് കാണേണ്ടത്. പക്ഷേ ആ ഗൈനക്ക് വേണം നമ്മളെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് വിടാനെന്ന്. അപ്പോൾ ഞാൻ അവളുടെ ഇൻഫെർട്ടിലിറ്റിയുടെ ആ ഡോക്ടറെ കോൺടാക്ട് നമ്പർ മേടിച്ച്, OP നമ്പർ മേടിച്ച് അവരെ അങ്ങോട്ട് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പോയി. ഞാൻ ഹസ്ബൻഡും കൂടെ അവിടെ പോയി. കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു, തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ 1 ഇയർ ഇവിടെ നിൽക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുമായിരുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റ് 2 പേർ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഈ ഡോക്ടറെ കണ്ടു. ഫസ്റ്റ്ലി തന്നെ അവർ നമുക്ക് തരുന്നത് ഒരു കൗൺസിലിംഗ് ആണ്. ആ കൗൺസിലിങ്ങിൽ തന്നെ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ തോന്നും, കുറേ മെൻ്റലി നമ്മൾ ഓക്കെ ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 ഇയർ അല്ലെങ്കിൽ ഒരു 1 ഇയർ, ഒരു 6 മന്ത് കഴിയുമ്പോൾ തന്നെ നമ്മളോട് ആൾക്കാർ ചോദിച്ചു തുടങ്ങും, നമുക്ക് കുട്ടികളായില്ലേ എന്നുള്ളൊരു ചോദ്യം പൊതുവേ ആൾക്കാർ ചോദിച്ചു തുടങ്ങും. ചില വീടുകളിൽ എനിക്ക് തോന്നുന്നു പേരൻസും ഹസ്ബൻഡൊക്കെ ആണെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യും. എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേരൻസ് അങ്ങനെ ഒരു രീതിയിൽ എനിക്കൊരു ഇറിറ്റേഷൻ തന്നിട്ടില്ല, എന്നെ ഒന്ന് വിഷമിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ടൈമിൽ മൊത്തം എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും അത് സാരമില്ല, നമുക്ക് കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്, അങ്ങനെ ഒരു രീതിയിൽ മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് അമ്മയൊക്കെ ആണെങ്കിലും
നല്ല സപ്പോർട്ടാണ്. ഞാൻ ഒരിക്കലും കള്ളത്തരം പറയുന്നതല്ല. ഒരു രീതിയിലും എന്നോട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റമോ എനിക്ക് ഇന്ന് വരെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പേരൻസാണ്. പക്ഷെ പൊതുവേ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴോ ഒക്കെയുള്ള ചോദ്യങ്ങളാണ് എന്നെ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരുന്നത്. ഇതിൽ ഓരോ പ്രാവശ്യം കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒന്നാമത് ഇറഗുലർ പീരീഡ്സാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് പോസിറ്റീവ് ആയിരിക്കത്തില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പോഴൊക്കെയാണ് നമുക്ക് ഏറ്റവും അധികം വിഷമം വരുന്നതും നമ്മളാകെപ്പാടെ തകർന്നു പോകുന്നതുമായ നിമിഷം അതാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഇതുപോലെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആക്ച്വലി ഞാൻ മെൻ്റലി ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് മെൻ്റലി ഞാൻ തകർന്നായിരുന്നു. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 10 വർഷമായാലും 5 വർഷമായാലും 8 വർഷമായാലും പിന്നീട് ഹോസ്പിറ്റലിൽ പോകാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലി അവർ തകർന്നിട്ടാണ്. അവർക്ക് പറ്റത്തില്ല പിന്നെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. സത്യത്തിൽ നമ്മൾ എന്തെല്ലാം സഹിക്കുന്നു, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ നമ്മൾ സഹിക്കുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാം അതിന് വേണ്ട ഒരു ബ്ലോക്ക് നോക്കുമ്പോൾ തന്നെ, ഈവൻ ഒരു ബ്ലോക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ 4th ഇയറിലാണ് എനിക്ക് ബ്ലോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ എല്ലാം ഇതിനു വേണ്ടി സഹിക്കുന്നു എന്ന് മാത്രം. അപ്പം എനിക്ക് വേണ്ട ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലി അന്ന് അവിടെ ചെയ്തു. അതുപോലെ നമുക്ക് കൗൺസിലിംഗ് തന്നു. അതേപോലെ തന്നെ ആ ഡോക്ടറിന് ഒരു പോസിറ്റീവ് വൈബ്സ് തന്നെയാണ്, പോസിറ്റീവ് എനർജി തന്നെയാണ് ആ ഡോക്ടറിന്. മാത്രമല്ല എനിക്കെന്തോ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഡോക്ടറെ അടുത്ത്. അങ്ങനെ ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർ നമുക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് പറയാം, കൗൺസിലിംഗ് നമുക്ക് പറയാം. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. അതിനുശേഷം ഒരു 6 മന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവിടെ അത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് IUIയും IVF ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നോർമലി ഫസ്റ്റ്ലി IVFന് മുന്നേ IUI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് വലിയ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ആകത്തില്ല. അതിന് നമുക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ അവർ IVF നമുക്ക് സജസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ. നമുക്ക് നോർമലി 6 മന്തൊക്കെ ആയപ്പോഴത്തേനും നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പോയതിന് ശേഷം എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന കുറച്ച് പേര് പോയിട്ട് അവർക്കും അവിടെ പോസിറ്റീവ് റിസൾട്ടാണ് വന്നിട്ടുണ്ട്. ആർക്കും അവിടെ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. പിന്നെ എനിക്ക് തന്നെ പല ഹോസ്പിറ്റലുകൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് എൻ്റെ ഒരു ടൈമിൻ്റെയും എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനീ പറയുന്നതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ഒരു പോസിറ്റീവ് കിട്ടണം എന്ന് എനിക്കറിയത്തില്ല. അത് ഓരോരുത്തരുടെ നമ്മൾ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് പേര് വരുന്നൊരു ഹോസ്പിറ്റലാണ്. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവരും വയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് വരുന്ന ഹോസ്പിറ്റലായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവരൊരു ദൈവമാണ്, ആ ഡോക്ടർ ഒരു ദൈവമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ദൈവമാണ്. കാര്യം 4 വർഷം വരെ ഞാൻ കാത്തിരുന്നിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു 2 ലൈൻ കണ്ടപ്പോൾ, കാർഡ് 2 ലൈൻ കണ്ടപ്പം സ്പീച്ച്ലെസ്സാണ്. എനിക്ക് അവിടെ ഒന്നും പറയാനില്ല. അത്രയും ഒരു അനുഗ്രഹമാണ്. ഇതുപോലുള്ള വീഡിയോസിൻ്റെ അടിയിൽ കാണുന്ന മെസ്സേജിന് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ട് അവിടെ പോകാൻ പറ്റിയ ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് അടുത്തുനിന്ന് പറഞ്ഞു കേട്ട ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇനി ആർക്കെങ്കിലും അറിയാതെ എങ്ങാനും ഇരിക്കണ്ട എന്നുള്ള രീതിയിലാണ്. ഇതിലും വലിയ ഹോസ്പിറ്റലുകളോ വലിയ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. എനിക്ക് ഇതുപോലെ 4 ഇയർ വരെ കുട്ടികൾ ഉണ്ടാകാതിരുന്ന് ആ ഒരു ഫീലിങ്സിൽ എനിക്ക് മനസ്സിലാകും. ആൾക്കാരിടുന്ന കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്. അപ്പം സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊല്ലകടവ്, മാവേലിക്കര, പത്തനംതിട്ട ജില്ല. നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫോൺ നമ്പർ കാര്യങ്ങളും ഒക്കെ കിട്ടും. നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, കാര്യം പ്രഗ്നൻ്റായി അബോഷനായി പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഞാനത് സജസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ആ ഡോക്ടറെ അത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നു. പിന്നെ പകുതി മുക്കാലും ഈശ്വരൻ്റെ കയ്യിൽ കൂടാണ്. ഞാൻ
ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ തന്നെ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്, പള്ളികളിലും പോയിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിശ്വസിച്ച് എല്ലാ ദൈവങ്ങളുടെ അടുത്തും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ആ ഡോക്ടറിനെ തന്നെ ഞാൻ പറയുന്നു ഒരു ദൈവമാണ്. അവരുടെ കഴിവും അവരുടെ ഒരു എനിക്കറിയില്ല, അവരുടെ ഒരു ബ്ലെസ്സിങ്സും കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഹാപ്പിനെസ് എനിക്ക് വന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു ഉപകാരമാകുമെങ്കിൽ ആകട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടാണ്. വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻസ് കാണുമ്പോൾ എനിക്കതിന് റിപ്ലൈ ഇങ്ങനെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ലെന്നല്ല, ഇപ്പോൾ എനിക്കൊരു ചാനൽ ഉള്ളത് കൊണ്ട് മാത്രം ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.